நான் പറഞ്ഞു ரொம்ப பொறுமையா கிளாஸ் ஏற்றா അത് രാത്രി 12 മണിക്ക് വന്നിട്ട് അവിടെ കുറച്ച് വാഴ ഉണ്ടായിരുന്നു, കൊല. അതൊക്കെ ചവിട്ടി നാസാക്കി 2 വണ്ടി കുത്തി ഓട്ടയാക്കി. വണ്ടി ഓട്ടയാക്കി കുത്തി 2 വണ്ടിക്കും കുത്തി ഓട്ടയാക്കി. ഒന്ന് തള്ളിക്കൊണ്ട് പോയിട്ട് അവിടെ ഒരു കിണറുണ്ട്, ആ കിണറ്റിന്റെ അവിടെ കൊണ്ടുപോയി മുട്ടിച്ചു. ഇതിന്റെ ഉള്ളിലാ ഞാൻ എന്താട്ടി അവിടുന്ന് കുറച്ച് ചന്തുണ്ട്, മെല്ലെ നോക്കി അതിന്റെ കാതിങ്ങനെ അടിക്കല്ലേ, ജനല് തുറന്നു നോക്കി. മെല്ലെ ഒരു തുണി ഉണ്ടായിരുന്നു, അത് വലിച്ചിട്ട് നോക്കിയപ്പോ സംഗതി ഇവിടെ ഉണ്ട്. ഞാൻ മുണ്ടാണ്ടിരുന്നു. ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് അനങ്ങാൻ വയ്യ, ബാത്റൂമൊക്കെ പുറത്താ. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ നീലഗിരിസ് ഡിസ്ട്രിക്റ്റിൽ തുണ്ടിയാലം എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഉപ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾ കണ്ട അല്ലെങ്കിൽ ഒരുപക്ഷെ കാണാൻ സാധ്യതയുള്ള ഒരു വൈറലായിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് ഒരു കാട്ടാന ഒരു ഫോറസ്റ്റ് ജീപ്പിന് നേരെ പാഞ്ഞു വരുന്നതും അതിനുശേഷം ആ കാട്ടാന ആ ഫോറസ്റ്റ് ജീപ്പ് കുത്തി മറിച്ച് ഇടുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതായത് ആ ഒരു സംഭവം നടന്ന ആ ഒരു പ്രദേശത്ത്. ഇനിയിപ്പോൾ ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നീലഗിരിസ് ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ വയനാട് പോലെ അല്ലെങ്കിൽ നമ്മുടെ മലയോര മേഖലകളെ പോലെ തന്നെ വന്യമൃഗ പ്രശ്നം അതിരൂക്ഷമായിട്ട് നിലകൊള്ളുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ വന്യമൃഗ പ്രശ്നങ്ങളുടെ കാര്യമൊക്കെ നമ്മൾ എടുത്ത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വയനാട്ടിലെ പ്രശ്നമൊന്നും വലിയ സംഭവമൊന്നും അല്ലാന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നിപ്പോകും. അത്തരത്തിൽ ഭീകരമായിട്ടുള്ള സാഹചര്യമുള്ളൊരു പ്രദേശമാണ്. മാത്രമല്ല ഇവിടുത്തെ ജനങ്ങൾ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇതിനോട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. കാരണം ഇവർക്കൊന്നും വേറെ നിവൃത്തിയില്ല. കാരണം ഒന്നെങ്കിൽ ഇവിടുന്ന് ഇറങ്ങി പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഈ പ്രദേശമൊക്കെ എന്താ പറയുക, ബഫർ സോൺ ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ബഫർ സോണിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ഗൂഡല്ലൂർ അതുപോലെ തന്നെ നീലഗിരിസ് ഡിസ്ട്രിക്റ്റിലെ പ്രദേശങ്ങളിലൊക്കെ വന്നാൽ മതി, നമുക്ക് മനസ്സിലാകും. കാരണം ഇവിടെ ഒരു കെട്ടിടം പുതുക്കി പണിയാനോ പോലും അല്ലെങ്കിൽ ഒരു വലിയ കെട്ടിടം പണിയാനൊക്കെ ഇവിടെ ഭയങ്കര റെസ്ട്രിക്ഷൻസാണ്. കെട്ടിടം പുതുക്കി പണിയാൻ ഭയങ്കര റെസ്ട്രിക്ഷൻസാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു പ്രദേശമാണ്. വന്യമൃഗശല്യം വളരെ രൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു ജില്ല തന്നെയാണ് നീലഗിരിസ് എന്ന് പറഞ്ഞാൽ. അതിൽ ഗൂഡല്ലൂർ, ദേവർശാല, പന്തല്ലൂർ, ചേരമ്പാടി തുടങ്ങിയ പ്രദേശങ്ങളൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട് വരുന്ന പ്രദേശങ്ങൾ. കാരണം ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് മലയാളികളാണ്. മലയാളികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളികൾ എന്ന് പറയാൻ പറ്റില്ല, കേരളത്തിൽ നിന്ന് കുടിയേറി പാർത്തിയ ആൾക്കാർ. പണ്ട് തിരുവിതാംകൂറിൽ നിന്നും കോട്ടയം ജില്ലയിൽ നിന്നൊക്കെ വയനാട്, കണ്ണൂർ, കോഴിക്കോട് ഭാഗങ്ങളിലേക്കൊക്കെ മലയോര പ്രദേശത്തേക്കൊക്കെ കുടിയേറി പാർത്തതുപോലെ തന്നെ കുറേ ആൾക്കാർ നേരെ പോയത് ഇതേപോലെ തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു ജില്ലയിലേക്കും അതുപോലെ തന്നെ കർണാടകയിലും വെൽത്തങ്ങാടി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ കുടിയേറ്റക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. 10-50 വർഷമൊക്കെ ആയിട്ടുള്ള അടുത്ത് ചെറിയ കാലമൊന്നുമല്ല, കുറേ കാലങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവരെല്ലാം ഒരേപോലെ പറയുന്നു, ഇവർ ഇത്രയും കാലം താമസിച്ചിട്ട് ഇത്രയും കാലം ഇല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ പ്രദേശത്തൊക്കെ നടക്കുന്നതെന്ന്. ഇത്രയും കാലം ഇല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇവിടെ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ ഒത്തിരി വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ദിവസം എന്ന് പറയുന്ന പോലെ ഇവിടെ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വൈറലായിട്ടുള്ള വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ, അതായത് കാട്ടാന ഫോറസ്റ്റ് ജീപ്പ് തകർക്കുന്ന ഒരു കാഴ്ച ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എങ്കിലും കാണാത്തവർക്കായിട്ട് ആ വീഡിയോ ഞാനിവിടെ നിന്ന് പ്ലേ ചെയ്യാം. ഞാൻ പറഞ്ഞ റിവേഴ്സ് വരുന്നത് കറക്റ്റായിട്ട് ഓട്ടുവണ്ടി. பொறுமையா இது பண்ணுங்க, ரொம்ப பொறுமையா போனோட தூக்கிடலாம். கிளாஸ் ஏற்றா கிளாஸ் ஏற்றி விடா. என்னட்டா கிளாஸ் ஏற்றிருக்கலாம்ல உன்னேட்டா. ഫോറസ്റ്റ് വണ്ടി അതായത് തള്ളിയിട്ടിട്ട് ആൾക്കാർ നിവസ്ഥാണ്.
ഡ്രൈവറാക്കി മുന്നിൽ നിന്ന് മാറിക്കോളി. സൈഡ് മതിയുണ്ട്. ഫ്ലാസ്ക് ആർക്കാണ്? ഫ്ലാസ്ക് ഒക്കെ ഉണ്ട്. ആയിരം കമ്മിയായിരിക്കും അല്ലേ? ആയിരം കമ്മിയായിരിക്കണോ? അതുണ്ടോ? ഞാൻ അറിഞ്ഞിട്ടില്ല. നമുക്കതൊക്കെ വിളിക്കുമ്പോഴാ വരുന്നേ. ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്താണ് നിൽക്കുന്നത്. നമ്മളിനി ആ ഒരു പ്രദേശമാണ് കാണാനായിട്ട് പോകുന്നത്. അതുപോലെ ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഈ തേയിലത്തോട്ടമാണ്. തേയില തൊഴിലാളികളായിട്ടുള്ള ആളുകളാണ് ഇവിടെ കൂടുതലും ജോലി ചെയ്യുന്നത്. അല്ലാത്ത ആൾക്കാരുണ്ട്, ഇല്ല എന്നല്ല. നമ്മളിന്ന് കാണാൻ പോകുന്ന ആ ഒരു സ്ഥലം തുണ്ടിയാലം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നമുക്ക് ഏതായാലും ഇനി അങ്ങോട്ടൊന്ന് പോവാം. ഒരു കുഞ്ഞു ടൗണാണ്, പക്ഷേ ഒത്തിരി ആളുകൾ ഈ പ്രദേശത്ത് ഏരിയയിലൊക്കെ താമസിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവിടുത്തെ വീടുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാം കുഞ്ഞു കുഞ്ഞു കെട്ടിടങ്ങളാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇവിടെയൊക്കെ കെട്ടിടങ്ങൾ പണിയാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. ഈ ഒരു ടൗണിലാണ്, ഈ ടൗണിൻ്റെ ഏറ്റവും അങ്ങേ അറ്റത്തെ ആ ഒരു പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം കാട്ടാനെ ഇറങ്ങിയത്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് തൊണ്ടിയാലം എന്ന് പറയുന്ന ആ ഒരു ചെറിയൊരു ടൗണ്. ഈ ഒരു പ്രദേശത്താണ് കേട്ടോ. ഇവിടം വരെ എത്തിയിരുന്നു ആന. അപ്പോൾ ഇവിടുന്നാണ് വീഡിയോയുടെ ഒരു തുടക്കം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ആ ഒരു വീഡിയോയുടെ തുടക്കം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. നമ്മൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്ന് ഈ ഒരു സംഭവം നേരിട്ട് കണ്ട ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഒരിക്കൽ നമ്മുടെ കൂടെ ഉണ്ട്. ഇക്കയുടെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് അലവിയാണ്. അലവി തൊണ്ടിയാളം. ഇത് മിനിഞ്ഞാന്നല്ലേ സംഭവം നടന്നത്? മിനിഞ്ഞാന്ന് ഒരു 2 മണി ഇവിടെ നടക്കുമ്പോൾ ഒരു 12 മണിക്ക്, അതായത് വെളുപ്പിന് 2 മണി. വെളുപ്പിന് 2 മണി. പിന്നെ 12 മണിക്കാ ആന വരവ്. 12 മണിക്കാണ് വന്നിട്ട് 12 മണിക്കാണ് 12 മണിക്ക് 12 മണിക്ക് വന്നിട്ടുണ്ട്. വന്നിട്ട് അങ്ങനെ ആ കാട്ടിൽ കൂടെ അങ്ങനെ പോയി, ചായത്തോട്ടത്തിൽ കൂടെ അങ്ങനെ വന്ന് ഇറങ്ങി, അവിടെ ഒരു പൂളത്തോട്ടത്തിൽ ഇറങ്ങി, വാഴത്തോട്ടത്തിൽ ഇറങ്ങി, അവിടെയൊക്കെ നാശമായി. അങ്ങനെ വന്ന് ഈ റോട്ടിലിട്ട് കയറി ഇങ്ങനെ വന്ന് ഈ വീട്ടിൻ്റെ അടുത്ത് തെങ്ങ് മരത്തിൽ പട്ട ഒരു 3-4 പട്ട ഒടിച്ച്. ഈ തെങ്ങിൻ്റെ? ഈ തെങ്ങ് റോട്ടിൽ നിന്നിട്ട് ഗേറ്റിന് ഒരു ചവിട്ട് കൊട്ടി. പക്ഷെ ഗേറ്റ് തുറന്നില്ല. അതുകൊണ്ട് ഇവിടെ നിന്നിട്ട് എത്തിപ്പിടിച്ച് ഒരു 3-4 പട്ട ചവിട്ടി തിന്നു. അതില് കിടക്കുന്നത്. അതുകൊണ്ടാണ് പിന്നെ ഫോറസ്റ്റ് പിന്നാലെ വണ്ടി ഉണ്ടായിരുന്നു, ഫോറസ്റ്റ് വണ്ടി. ഈ തെങ്ങിന്റെ അടുത്തെത്തിയപ്പോ ഒരു പട്ടാസ് പൊട്ടിച്ചു. അപ്പോൾ ആനക്ക് ഇങ്ങോട്ട് മുന്നോട്ട് പോകാതെ രണ്ടാമത് തിരിഞ്ഞു പോയിട്ട് ഫോറസ്റ്റ് വണ്ടി റിവേഴ്സ് എടുത്ത് പോയി ആ പാലത്തിന്റെ അങ്ങോട്ട് അങ്ങനെ തിരിച്ചു. ആ വണ്ടി വരുന്നത് കണ്ടപ്പോൾ ഇവിടുന്ന് തന്നെ തിരിച്ചങ്ങനെ പോയി. കുറച്ച് ആ പാലത്തിന്റെ അവിടെ എത്തിയപ്പോൾ വണ്ടി റിവേഴ്സ് പോയിട്ട് അതാ ഈ വഴിക്ക് അങ്ങനെ പോയി, റിവേഴ്സ് അങ്ങനെ പോയില്ലേ. അതിൽ ആന പിന്നാലെ പോയി പട്ടാസ് പിടിക്കുന്നത്, ഒച്ച കടക്കം പൊട്ടിക്കുന്നല്ലേ. നമ്മൾ ആ വീഡിയോ കാണുന്ന ആ ബോർഡൊക്കെ വീഡിയോ കാണുന്നത് ഈ ഒരു ഇതിലാണ് റിവേഴ്സ് പോയത്. അതെ, ഇങ്ങനെയാണ് റിവേഴ്സ് പോയത്. എന്നിട്ട് അവിടം വരെ പോയില്ലേ? അവിടം വരെ പോയി. അതാ ഇപ്പം ഓട്ടം നിൽക്കുന്നിടത്ത് ആ ഓട്ടം
അവിടെ വണ്ടി നിർത്തിയിരുന്നത്. ആ വണ്ടി നിർത്തിയപ്പോൾ ആന റിവേഴ്സ് അങ്ങനെ പോയിട്ട് തിരിച്ചു പോയിട്ട് വണ്ടി റിവേഴ്സ് പോയി. ആ പാലത്തിൻ്റെ അവിടുത്തെ എത്തിയപ്പോൾ വണ്ടി അവിടെ നിർത്തിയിരുന്നു. വണ്ടി നിർത്തലിൽ പോയിട്ട് കുത്തി അങ്ങ് മറിച്ചായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ റിവേഴ്സ് പോയി? ഇവിടുന്ന് റിവേഴ്സ് പോയി, വണ്ടി റിവേഴ്സ് പോയി. അപ്പോൾ റിവേഴ്സ് പോയപ്പോൾ ആന പുറകെ ഓടിക്കൊണ്ട് പോയി. അതാ പാലത്തിന്റെ അവിടെ വരെ ഓടി. പാലത്തിന്റെ വരെ ഓടി, വണ്ടി അവിടെ നിർത്തി. അവിടെ വളവായതുകൊണ്ട് അവർക്ക് തിരിക്കാൻ തിരിക്കാൻ പറ്റിയില്ല. അപ്പോൾ സൈഡാക്കിയിട്ട് അവിടെ നിർത്തിയല്ലോ. ആന ഓടിച്ചെന്ന് ഒരു തട്ട് താഴോട്ട് അങ്ങനെ മറിഞ്ഞു വീണ്. അപ്പുറത്തോട്ട് മറിഞ്ഞ്? അല്ല, റോട്ടിൽ തന്നെ മറിഞ്ഞു. അപ്പുറത്ത് കുറച്ചുകൂടി ഒരു കുത്തുകൂടി കുത്തിവെച്ച് അപ്പുറത്ത് മറിഞ്ഞിരുന്നു. പക്ഷെ അവിടെ കൊണ്ട് നിർത്തിയാണ്ട് ആന അങ്ങനെ പോയി, റിട്ടേൺ പോയി. ഈ വഴിക്കൂടെ അല്ല പോയത്? ഈ വഴി, ഇതേ വഴി, ഈ വഴി കൂടെ അങ്ങനെ പോയി. പകല് അത്യാവശ്യം വണ്ടികളൊക്കെ ഇതിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞാലും രാത്രിയാകുമ്പോൾ ഒന്നുമില്ല കേട്ടോ. വേറെ വണ്ടികളൊന്നും കാണിയില്ല, വളരെ ക്ലീനായിട്ടാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ നമ്മൾ ആ വിഷ്വലിൽ കണ്ട പോലെ ഇതാ ഇവിടുന്നാണ് ഓടിച്ച് വന്നത്. ഇവിടുന്ന് ആന നേരെ ചാർജ് ചെയ്ത് ഇങ്ങനെ ഓടി വന്ന് ഈ വളവിലെത്തിയില്ല? ഈ വളത്തിൽ ഇവിടെ ആയിരുന്നു സൈഡാക്കി. ഇവിടെ എത്തിയില്ല? ഇവിടെ സൈഡാക്കിയല്ലേ അത്. അവൻ അങ്ങ് തിരിഞ്ഞു നിന്നിട്ട് വണ്ടിക്കൊരു കുത്തിയെ മറിച്ചിട്ട് അങ്ങോട്ട് മറിച്ചല്ല? അങ്ങോട്ട് മറിച്ചു. പക്ഷെ താഴോട്ട് പോയില്ല, ഒറ്റ കുത്തേ ഉള്ളൂ, മറിഞ്ഞു കിടന്നു. അപ്പം അങ്ങനെ അതിൻ്റെ ഓയിൽ വീണ് പോയത്? അതിൻ്റെ ഓയിൽ ഇതാ, വണ്ടിയുടെ ഓയിലാണ്. ഓയിലാണ് ഈ കിടക്കുന്നത്. ആ ചില്ലൊക്കെ ആട്ടെ അതിൻ്റെ അത് കിടക്കുന്നത്. അവിടെ ചില്ല് പൊട്ടി കിടക്കുന്നൊക്കെ, ഗ്ലാസ് പൊട്ടിപ്പോയി, ഗ്ലാസ് പൊട്ടി കിടക്കുന്നൊക്കെ നമുക്ക് ഇവിടെ കാണാം കേട്ടോ. അതിൽ ഫോറസ്റ്റുകാർ 5 ആളുണ്ടായിരുന്നു. 5 പേര് അതിൻ്റെ അകത്തുണ്ടായിരുന്നു? 5 പേരുണ്ടായിരുന്നു. ആണല്ലേ? 5 പേരുണ്ടായിരുന്നു വണ്ടിൻ്റെ ഉള്ളിൽ. ഗ്ലാസ് താത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരാൾ ഗ്ലാസ് താത്ത് എറിയുന്നത്, അതിൽ കുത്തി മറിച്ചാൽ പോയി. രണ്ടാമത്തെ കുത്തിയില്ല, അങ്ങനെ പോയി. നേരെ വന്ന വഴിയിൽ അങ്ങനെ പോകാതെ മെയിൻ റോഡ് കൂടെ പോയിട്ട് വന്നത് ഇതിലേ വന്ന് ഈ വഴിക്കാ അവിടെ ഇറങ്ങിയിട്ട് ഈ വീടിൻ്റെ ഇതിലേ വന്നേ? ഈ വീടിൻ്റെ ഇല്ല, അതാ വീടിൻ്റെ സൈഡ് പൊട്ടിയിട്ടുണ്ട്. ഇതിലേ ഇറങ്ങി വന്നേ? സീറ്റ് പൊട്ടിയിട്ടുണ്ട്. അതെ, ഷീറ്റ് പൊട്ടിയിട്ടുണ്ടോ? സീറ്റ് പൊട്ടിയിട്ടുണ്ട്. അതെവിടെയായിട്ടാ? ഇപ്പുറത്തെ ഏലത്തോട്ട് ഇവിടെയൊക്കെ വീട്. ആന ഫസ്റ്റ് വന്നത് ഈ വഴി, ഈ സ്ഥലത്തോടെയാണ് ആന വന്നിരിക്കുന്നത്. ഈ മുറ്റത്തോടെ വന്നേ? അതിലെ വന്ന്. ഓഹോ, ഇതിലെ വന്ന് ആനന്റെ ഉയരം കൊണ്ട് പൊട്ടിയതാണ്, വലിച്ചു പൊട്ടിച്ചതല്ല അത്. ഉയരം കൊണ്ട് പൊട്ടിയ ഇതാ ഈ ഷീറ്റാ? ഷീറ്റ്, ഈ ഷീറ്റാട്ടോ പൊട്ടിയ. എന്താ ഇവിടെ താഴെ കിടക്കുന്നുണ്ടല്ലേ? ഇതൊക്കെ പൊട്ടിയല്ലേ? ഇതിലിങ്ങനെ ആന നടന്നു പോയത് കേട്ടോ. അതെ, ഈ വഴിയാ വന്നത്. അങ്ങനെ ഇറങ്ങിയിട്ട് വന്നിട്ട് ഈ വഴി ഇങ്ങനെ വന്നു. ഇതിലിങ്ങനെ കയറി? ഇതിലെങ്ങനെ കയറി കുറച്ച് വാഴ അവിടെ നഷ്ടപ്പെടുത്തിയിരുന്നു. അത് നോക്കണോ? അത് നോക്കാം. ഇതിലിങ്ങനെ വന്ന വഴിയാണിത്. അല്ലേ? വന്ന വഴിയല്ലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? അതെ, വന്ന വഴിയാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വഴി കൂടെ ഇട്ടാണ് പോയെ. ഇതിൻ്റെ ഇടയ്ക്കൂടെ അല്ല പോയെ? അതിൻ്റെ ഇടയിൽ കൂടെ വന്ന്. ഇതൊക്കെ അങ്ങനെ പൊട്ടിയായിരിക്കില്ല? അതായത് പൊട്ടിയിട്ടുണ്ടല്ലോ കോൺക്രീറ്റ്. അത് വന്നപ്പോൾ തട്ടിയതാ. പൊട്ടിയിട്ടുണ്ട്, ഇളകി. അപ്പം തേച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നലെ തേച്ചായിരിക്കും? ഇന്നലെ തേച്ചതാ. ഈ കൈയൊക്കെ അങ്ങനെ പോയതല്ലേ വാഴയുടെ? അതെ, ഈ വാഴയുടെ കൈ ഇത് കംപ്ലീറ്റ് ഒടിഞ്ഞു പോയേക്കുന്ന മൊത്തം ആന പോയ പോക്കിന് പോയതാ കേട്ടോ. ഈ പറമ്പിൽ കൂടെ ആയിട്ടാണ് ഈ വഴി അങ്ങനെ വന്ന്. അല്ല, ഇതിൻ്റെ വരെ കൂടെയല്ലേ പോയെ? അതെ, അങ്ങനെ പോയ വഴിയായിട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെയൊക്കെ ചവിട്ടിയിട്ടേക്കുന്നതാണ്. വാഴ കളഞ്ഞ എവിടെ ആയിട്ടാ? വാഴ ഇവിടെ എന്താ? ഈ വീടിൻ്റെ മുമ്പിൽ കൂടെ പോയേ? ഇല്ല, അങ്ങനെ വാഴ അങ്ങനെ വന്നിട്ട് വാഴ നാശമായിട്ട് ഇങ്ങനെ വന്നു. മുറ്റത്തോടെ തന്നെ പോയി? മുറ്റത്ത് കൂടെ. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ആണല്ലേ, ഒരു മിനിറ്റ് പോരാ. ശരി. അയ്യോ, ഉണ്ടോ വാഴയൊക്കെ അങ്ങനെ കിടന്ന് ഇതിലങ്ങനെ വന്നിട്ട് ഇതിലങ്ങനെ കിടന്നു. വാഴയൊക്കെ കളഞ്ഞ് ഈ വാഴ ഇവിടെ നിന്ന് എത്ര വാഴ കളഞ്ഞിട്ടോ? 10-12 കളഞ്ഞെന്ന് തോന്നുന്നല്ലേ? 12 വാഴ.
പക്ഷെ തിന്നില്ല, അങ്ങനെ ചവിട്ടി ഇട്ടിട്ട് പോയി കളഞ്ഞോളൂ അല്ലേ? ഇതിൽ ഇങ്ങോട്ട് കയറിയത് എങ്ങനെയാ? ഇങ്ങോട്ട് കയറിയതില്ല. ഈ വഴി തന്നെ? ആ, ഈ വഴി. ഇവിടെ ഇത് പൊട്ടിച്ചു കാണും അല്ലേ? ഇത് പൊട്ടിച്ചു കളഞ്ഞു. ഇത് രണ്ടാമത് കെട്ടിയ തട്ടിയായിരിക്കും. രണ്ടാമത് കെട്ടിയ. ഈ വേണ്ട ചവിട്ട് ഗ്രീൻ നെറ്റ് പൊട്ടിച്ചിട്ടാട്ടോ. അതാ അവിടെ കാൽപ്പാട് നമുക്ക് കാണാം. ഇതിലിങ്ങനെ വന്ന് കപ്പയൊന്നും കളഞ്ഞില്ലല്ലേ? കപ്പ അവിടെ കളഞ്ഞല്ലോ. കപ്പ അവിടെ കളഞ്ഞു. 2-3 വഴിയൊക്കെ കപ്പ കളഞ്ഞു. കൂടുതൽ കളഞ്ഞപ്പോൾ അപ്പുറത്തുണ്ട്. അങ്ങേ പത്ത് ആണോ? അങ്ങേ പത്ത് കപ്പ കുറെ കളഞ്ഞു. ആണോ? അതും കൂടെ കാണാൻ പറ്റുമോ? നമ്മളെ അടുത്തേക്ക് ഏതായാലും പോവാ വണ്ടി കൂടെ ഒക്കെ കയറി ഉണ്ടോ? ഇവിടെയൊക്കെ കാൽപ്പാടൊക്കെ കാണാം കേട്ടോ. നിലത്ത് മുറ്റത്തോടെയാണ് പോയെ. പേരെങ്ങനെയാ? ജാനകി. ഈ വീടിൻ്റെ മുറ്റത്തോടെ അല്ലേ ആന പോയെ? ആന പോയി ജനൻ്റെ അവിടെ വരി. ചേച്ചി നിങ്ങൾ രാത്രി അറിഞ്ഞായിരുന്നോ? അറിഞ്ഞിരുന്നു. ഇതാ ഇതിൻ്റെ ഉള്ളിലാ. ഞാൻ എന്താട്ടി അവിടുന്ന് കുറച്ച് ചന്തുണ്ട്, മെല്ലെ നോക്കി. അതിൻ്റെ കാതിങ്ങനെ അടിക്കുകയല്ലേ, ജനല് തുറന്നു നോക്കി. മെല്ലെ ഒരു തുണി ഉണ്ടായിരുന്നു, അത് വലിച്ചിട്ട് നോക്കിയപ്പോൾ സംഗതി ഇവിടെ ഉണ്ട്. ഞാൻ മുണ്ടാണ്ടിരുന്നു. ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് അനങ്ങാൻ വയ്യ, ബാത്റൂമൊക്കെ പുറത്താ, എവിടേക്കും പോകാൻ വയ്യ. അങ്ങനെ ഇരുന്നു, അങ്ങനെ ഇരുന്നു സ്തംഭിച്ച്. പേടിച്ചല്ലേ? പേടിച്ചേ. ഇത് ആന വന്നെന്ന് ഈ ഒച്ച കേട്ടപ്പോഴേ, വാഴ പിടിക്കുന്ന ഒച്ച കേട്ടപ്പോഴേ അവിടുന്ന് പിന്നെ അതാ പൂളൊക്കെ തിന്നിട്ടാണ് വന്നിക്കണേ. ഈ ഇതാണ്ട് പൊളിച്ചിട്ടിട്ടാ വന്നത്. അത് ഒച്ച കേട്ട് പിന്നെ അതിന്റെ അടിക്കണ് ചുമരിന്റെ അടുത്ത് നല്ല കേക്കാലോ, പേടിച്ചു. അങ്ങനെ ഞാൻ വാടക വീട്ടിലല്ലേ ഇത്. ചേച്ചി എന്താ ചെയ്യുന്നേ? ഞാനെന്താ ചെയ്യണേ? ഞാനിപ്പോ എവിടെയും പണിയൊന്നുമില്ല. ഞാനും കേരളത്തിൽ എന്തെങ്കിലും പോയി പണിയെടുക്കും. അങ്ങനെ മക്കളൊക്കെ കെട്ടിച്ചെടുത്തു. ഒരു ഒറ്റ മോളായിരുന്നു കെട്ടിച്ചപ്പോ വന്നേക്കണേ. ഭർത്താവൊന്നുമില്ല? ഭർത്താവൊന്നുമില്ല. അല്ലല്ല, എന്റേതല്ല. ഇത് പാട്ടത്തിന് വെക്കാം. ഇത് നമ്മളത് ഞാൻ വന്ന അതില് കണ്ടിട്ടില്ല. ഇനിയിപ്പോ ആദ്യം വന്നിക്കണെന്ന് പറയുന്ന കേട്ടിക്കണം. അല്ലാണ്ട് ചേച്ചി ഇങ്ങനെ പോയി വന്നിരിക്കുന്ന അറിയുന്നുണ്ടാവില്ല. ഇവിടെ ഉള്ളവർ അതല്ല, ഞാൻ ആദ്യം ഇരുന്നായിരുന്നു. പിന്നെ വന്നിട്ട് ഇവിടെ വാഴയൊന്നുമില്ലല്ലോ, അങ്ങനെ വരൂല്ല ശല്യത്തിന്. ഇപ്പോൾ ഇവിടെ മുറ്റത്തോടെ ഇങ്ങനെ പോയില്ലേ? അങ്ങനെ പോയി. ഇങ്ങനെ ആദ്യം ഇങ്ങനെ വന്നു. ഇങ്ങനെ വന്നിട്ട് പിന്നെ അതാ അവിടെ ആ മൂലല്ലേ ഇത് വരി ഇങ്ങനെ പൊളിച്ചിട്ട് ഇവിടെ വന്നു. ഇവിടെ വന്ന് കുറച്ചു നേരം കാതൊക്കെ ഇട്ടടിച്ചു. പിന്നെ അടയാളൊന്നും ഇല്ല കൊണ്ട് ഇങ്ങനെ കാതൊക്കെ ഇട്ടടിച്ചു. എന്നിട്ട് ഇതാ ഇതാ ഇത് പൊളിച്ചു. ഇതാ ഇവിടെ പൊളിച്ചു. ഇവിടെ പൊളിച്ചൊക്കെ ആയിട്ട് അയാള് വാഴക്കാരില്ലേ, അവര് കെട്ടിയതാ. ഇത് എന്നിട്ട് അങ്ങനെ പോയി അവിടെ ഒരു വീടില്ലേ, ഫസ്റ്റ് വീട്, ആ വീട്ടില് വന്നിട്ട് സീറ്റൊക്കെ പൊട്ടിച്ചു. സീറ്റൊക്കെ പൊടിച്ചെങ്കിൽ പിന്നെ എന്താ ജീപ്പ് എന്താ തള്ളിയിട്ട് கரெக்டா போட்டாரு. தள்ளி போடுறீங்களா? போட்ட மேலே அங்கிட்டு கிளம்புது. அடிபட்டுருக்கோம் தெரியுது. നമ്മളിപ്പോൾ ചേച്ചി പറയുന്ന കാര്യം കേട്ടില്ല. ഇന്നലെയും പടക്കം പൊട്ടിക്കുന്നതായിട്ട് കേട്ടില്ല? ഈ ഭാഗത്ത് തന്നെ ഉണ്ടല്ലേ? അപ്പോൾ ചേച്ചി പറയുന്ന കേട്ടില്ല. വളരെ ഭീകരമായ അവസ്ഥയാട്ടോ. നമ്മളേതായാലും ബാക്കിയുള്ള പ്രദേശം കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് വരാം. ഇവിടെയൊക്കെ വീടുകൾ തിങ്ങി ആളുകൾ താമസിക്കുന്ന പ്രദേശമാട്ടോ. ആണല്ലേ? ആണല്ലേ? കുറേ കളഞ്ഞിട്ടുണ്ടല്ലോ അവിടെ. കുറേ കളഞ്ഞിട്ടല്ലേ? അതൊന്നും പിന്നൊന്നും കിട്ടൂല്ലോ അല്ലേ? പോയത് പോയി. പറിക്കാനായിട്ടില്ല കപ്പാല. അങ്ങ് പൊങ്ങി വന്നതേ ഉള്ളായിരുന്നു. അതിലൊക്കെ കടിച്ച് കൈ തുമ്പി കൊണ്ട് ഒക്കെ വാരി വലിച്ചെറിഞ്ഞു. സ്ഥിരമാണല്ലേ ചേട്ടാ ഇങ്ങനെ? സ്ഥിരമായിട്ട്
ആണല്ലേ ആ എപ്പോഴും വരവുണ്ട്. ആണല്ലേ ആ റോഡിന്റെ അപ്പുറത്ത് എപ്പോഴും വരവുണ്ട്. റോഡിന്റെ അങ്ങേ ഭാഗത്ത്. ഇതുപോലെ എങ്ങനെ ഇതിന് മുന്നേ ഇങ്ങനെ വണ്ടികൾക്കൊക്കെ നാശം വരുത്തിയിട്ടുണ്ടോ? അതിന് മുന്നേ 2 കാർ അവിടെ കുത്തി. ആ വീട്ടിന്റെ മുമ്പിൽ നമ്മളവിടെ തെങ്ങ് നോക്കിയില്ലേ, അതിന്റെ മുമ്പിൽ 2 വണ്ടി ഉണ്ടായിരുന്നു. കാർ നിർത്തി. അത് രാത്രി 12 മണിക്ക് വന്നിട്ട് അവിടെ കുറച്ച് വാഴ ഉണ്ടായിരുന്നു, കൊല. അതൊക്കെ ചവിട്ടി നാസാക്കി 2 വണ്ടി കുത്തി ഓട്ടയാക്കി. വണ്ടി ഓട്ടയാക്കി കുത്തി. 2 വണ്ടിക്കും കുത്തി ഓട്ടയാക്കി. ഒന്ന് തള്ളിയോട് പോയിട്ട് അവിടെ ഒരു കിണറുണ്ട്, ആ കിണറ്റിന്റെ അവിടെ കൊണ്ടുപോയി മുട്ടിച്ചു. ഇത് ആനയാണോ ഇനി വേറെ ആനയാണോ അറിയില്ല. ഇത് ഇന്ന് ഫസ്റ്റില് വീടിയാണ്. വലിയ ആന, നല്ല കൊമ്പൊക്കെ നല്ല തടിയാ. അത് മതപ്പാട്ടിലാന്ന് തോന്നുന്നു ആന. അതെ അതെ. ശരിക്കും പറഞ്ഞാൽ പേടിച്ചതല്ലേ ഇവിടെ ജീവിക്കുന്ന? പേടിച്ച് ജീവിക്കേണ്ട അവസരമാണ് ഇപ്പോൾ. ഫോറസ്റ്റുമാർ റേഞ്ചർമാരോടൊക്കെ ഒന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ പിന്നെ ആനയും പുലിയൊക്കെ വന്നിട്ട് ഇല്ലായിട്ട് സ്വന്തമായിട്ട് അങ്ങനെ കൂടി കഴിയണം, ഒന്നിച്ച് കഴിയണം. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. വല്ലാത്ത അവസ്ഥയല്ലേ? വല്ലാത്ത അവസ്ഥയിലാണ്. എല്ലാവരും പേടിച്ചുകൊണ്ടാണ്. രാത്രിയായ ഒരു കുട്ടി പുറത്തിറങ്ങൂല. നരിയുണ്ട്. ഇന്നലെ ഒരു നായനെ പിടിച്ചിട്ട് പോയി രാത്രി. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് അതുകൊണ്ട്. നരി എന്ന് പറഞ്ഞാൽ കടുവയാണോ മറ്റേ പുലിയാണോ? കടുവയാന്ന് തോന്നുന്നുണ്ട്. കടുവയാന്ന് തോന്നുന്നു. പക്ഷെ അവർ വീട്ടുകാർ കണ്ടിക്കണ്, അതിനെ നല്ല പൊക്കിയിട്ട് പോയി. അങ്ങനെ ഇവിടെ ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടക്കുന്നില്ല. അതിപ്പോൾ ആരും ഒന്നും മൈൻഡാക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് നടക്കും. എല്ലാ ദിവസവും കാണുന്നുണ്ടോ അല്ലേ? അതെ അതെ, എല്ലാ ദിവസവും കാണുന്നുണ്ട്. ഇന്നലെ രാത്രി ഇങ്ങോട്ട് വന്നിട്ടില്ല, കുറച്ച് ദൂരം അങ്ങോട്ട് ഒരു അംബ്രൂസ് കട എന്ന് പറയും. അങ്ങനെ ഭയന്നിട്ടാണ് നടക്കുന്നത്. രാത്രി ആയാലും പേടിയാണ്. ഇന്നലെ രാത്രി ഫോറസ്റ്റുകാർ വന്നിട്ട് ആരും പുറത്തിറങ്ങരുത്, ലൈറ്റ് ഇടരുത്, ലൈറ്റ് ഇടരുത്, പുറത്തിറങ്ങരുത്, ആന വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ രാത്രി 8 മണിക്ക്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം അവർ പറയുന്ന പോലെ ജീവിക്കേണ്ട അവസ്ഥ. അവർ പറയുന്ന മാതിരിയല്ല ജീവിക്കണം. ലൈറ്റ് ഇടാൻ പാടില്ലെന്നല്ലേ? ലൈറ്റ് പുറത്ത് ടോയ്ലറ്റ് ഒക്കെ ഉള്ളവരെന്ത് ചെയ്യും? അതന്നെ പറയുന്നത്. ലൈറ്റ് ഇടാൻ പാടില്ല, പുറത്തിറങ്ങാൻ പാടില്ല. ഇതിന് മുമ്പ് 3 മാസം കഴിഞ്ഞിട്ട് വരാണ് നിങ്ങൾ മൃഗത്തിൻ്റെ സ്വന്തമായിട്ട് ആനനെ കണ്ടിട്ട് ബാത്റൂമിൽ പുറത്തല്ലേ, പോകാൻ പറ്റൂല. പിന്നെ ഞാൻ എന്തായിട്ട് അങ്ങനെ നിന്നു. അപ്പോൾ ഇതെന്താ കാട്ടണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കാതിട്ട് അടിച്ചിട്ട് ഞാൻ ആ ചെന്തിൽ നോക്കി സൗണ്ട്. അപ്പോൾ ഈ ചക്കൻ്റെ അടുത്ത് പറഞ്ഞു, ആയാ പിന്നെ സീക്രമാ ആന വന്നിருக்கு. അപ്പൊ ഈ ചക്കരും പിന്നെ അറിയുന്നത്. ഞാൻ എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ തരിച്ചു പോയി. മിണ്ടാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആന തിരിച്ചു പോകുമ്പോൾ പിന്നെ 2 വണ്ടി വന്നിരുന്നു 2 മണിക്ക്. അവിടെ തിരിച്ച് അവരും പേടിച്ചിട്ടാണ് വന്നത്. അങ്ങനെ പന്തലൂർ വഴിക്ക് ഇങ്ങനെ വരുമ്പോൾ ഇവർ ഇവിടുന്ന് മാങ്കോർജിക്ക് ആന അങ്ങോട്ട് കയറുമ്പോൾ അവർ ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ആന എങ്ങോട്ടാണ് പോയതെന്ന് വെച്ചു. അങ്ങനെ ഫാക്ടറിൻ്റെ അങ്ങോട്ട് പോയിട്ടുണ്ട്, പിന്നെ ഞങ്ങൾ പേടിച്ചിട്ടാണ് വന്നത് എന്നൊക്കെ പറഞ്ഞു. ഈ തേയിലത്തോട്ടത്തിൽ കൂടെ ഒക്കെ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ, ആന ക്രോസ് ചെയ്യുന്ന വഴി എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ. അതെ, അതായത് ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്തൊക്കെ കണ്ടല്ലേ ബോർഡ് ആണല്ലേ വെച്ചിട്ടുണ്ട്. KSRTC വണ്ടിക്ക് ആ പോക്ക് പോയിട്ട് KSRTC വണ്ടിക്ക് നോക്കിക്കണം. അവരും പേടിച്ചിട്ടാണ്. മാനന്തവാടി വണ്ടി കുത്തിയിട്ടില്ല, ഒരു സൈഡ് കൊടുത്ത് പോയിരുന്നു. അവരും പേടിച്ചിട്ടാ പോയത്. വണ്ടി നിർത്തിയപ്പോൾ ഗ്ലാസ് അല്ലേ? ബസ്സാ? അതറിഞ്ഞില്ലല്ലോ. അങ്ങനെയൊന്നും അല്ലേ? മാനന്തവാടി ഊട്ടി KSRTC. നമ്മളറിയാത്ത കുറേ സംഭവങ്ങളുണ്ടല്ലേ? പുറത്തറിയുന്നില്ല, പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. അതെ, നമ്മൾ കാണുന്ന ആ ഒരു ഒറ്റ വീഡിയോ മാത്രം വരുന്ന ആ ഒരു ഒറ്റ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് വണ്ടി നിർത്തിയത്. പടക്കം പൊട്ടിച്ചപ്പോ നേരെ തിരിഞ്ഞു ഇങ്ങോട്ട് വന്നു. അതെ, അങ്ങനെ ആ ദേശത്തിന് വണ്ടി. ചേനൊക്കെ ദിവസം എന്ന് പറയുന്നത് ഇത് കാണുന്നുണ്ടാവൂലേ? ദിവസം കണ്ടിട്ട് ഞങ്ങൾ രാത്രി 12 മണിക്ക് ഇപ്പം അന്ന് കുത്തി എന്ന് പറയില്ലേ 2 കാറിന്, രാത്രി 12 മണിക്ക് വന്നിട്ട് നേരം വെളുത്തിട്ടാ പോയതാന. നേരം വെളുത്ത് ആ വണ്ടി 2 കുത്തി മറിച്ച്. ഫോറസ്റ്റുകാർ വന്നില്ലെങ്കിൽ വേറെ ആരും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിലപ്പോഴും ഞങ്ങൾ വിളിക്കും, ആന വരുന്നുണ്ട്. അപ്പോഴത്തെ ഫോറസ്റ്റിന് വിളിക്കും, ആന വന്നിട്ടുണ്ട്. വിളിച്ചാൽ വരുമോ? വിളിച്ചാപ്പോൾ വരും. വിളിച്ചാപ്പോൾ വരും. നൈറ്റ് ഡ്യൂട്ടിക്കാരാണേ, വിളിച്ചാപ്പോൾ വരും. ഈ കാണുന്ന ഈ ഒരു വാഴത്തോട്ടത്തിൽ കൂടെയാണ് ആന, അതിനുള്ളിൽ കൂടെയാണ് ആന നടന്ന് പോയത്. ഇതിലിങ്ങനെ ഈ വീടിൻ്റെ പണി നടക്കുന്നൊരു വീടാണ്. ആ വീടിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോയാണ്. ഈ വീടിൻ്റെ സൈഡിൽ കൂടെ പോയപ്പോഴാണ് കണ്ടോ നമുക്കവിടെ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ ഓടല്ല, ആസ്പെറ്റോസ് പൊട്ടി താഴെ ഇങ്ങനെ കിടക്കുന്ന ഒരു പീസ് അപ്പുറത്തും കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ പൊട്ടിച്ചിട്ടാണ് പോയത്.
നമ്മളതിൻ്റെ അവസാനം കണ്ട ആ ഒരു ഭാഗം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ റോട്ടിൽ കയറിയാണ് നേരെ നമ്മളിപ്പോൾ കണ്ട ആ വീടിൻ്റെ മുറ്റത്ത് വരെ എത്തിയത്. അവിടെ ചെന്ന് ആ തെങ്ങിൻ്റെ ഓല ഈ വളവും കഴിഞ്ഞിട്ടാണ് ആ സ്ഥലം. ആ തെങ്ങിൻ്റെ ഓല തിന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫോറസ്റ്റുകാർ ഇവിടുന്ന് ചെല്ലുകയും ഫോറസ്റ്റുകാരെ തിരിച്ചിങ്ങോട്ട് ഓടിക്കുകയും ഇവിടെ വച്ചിട്ട് ആ ജീപ്പ് മറിയുകയൊക്കെ ചെയ്യുന്ന കേട്ടോ. ആ ജീപ്പിൻ്റെ ഓയിലും ചില്ലൊക്കെയാണ് ഇവിടെ ഈ കിടക്കുന്നത്. കുത്തി അങ്ങ് മറിച്ചിട്ടാ ആണല്ലേ. പിന്നെ ഞങ്ങളെല്ലാവരും ആൾക്കാരൊക്കെ കൂടിയാണ് നിർത്തി ആണല്ലേ. നിങ്ങൾ തന്നെ സ്വന്തമായിട്ട്? ആ ഞങ്ങൾ തന്നെ നിർത്തി. ആണല്ലേ. പിന്നെ അങ്ങനെ ഇങ്ങനെ തിരിച്ചങ്ങോട്ട് പോയി ഈ വഴിക്ക് ഇങ്ങനെ പോയില്ലേ? അങ്ങനെ പോയി ഫാക്ടറി പോയി ഇങ്ങനെ മുകളിലേക്ക് അറിയാം. അങ്ങനെ മുകൾക്കല്ല, നേരെ ഈ റൂട്ടിൽ കൂടെ തന്നെ പോയി, മെയിൻ റൂട്ട് തന്നെ പോയി. മെയിൻ റൂട്ടിൽ തന്നെ പോയിട്ട് ആ ഫാക്ടറിൻ്റെ അവിടെ പോയിട്ട് താഴെ വിട്ടു. ഇപ്പം ആ ചേട്ടൻ പറഞ്ഞ ആ സംഭവം നമ്മൾ കേട്ടു. ഇവിടെ ഒരു വീട്ടിലെ ഒരു പട്ടിയെ ഇന്നലെ പുലിയോ കടുവോ എന്തോ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതൊന്നും ഇങ്ങനെയുള്ള വാർത്തകളൊന്നും പുറത്ത് വരുന്നില്ല കേട്ടോ ഇവിടെ ഒന്നും. അപ്പോൾ അത് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അവർ പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ആ ഒരു സ്ഥലത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോവുകയാണ്. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു ബോർഡും കൂടെ കാണാം, ബഫർ സോൺ എന്ന് പറഞ്ഞിട്ട്. ഈ വീട്ടിലെ പട്ടീനെയാണ് കേട്ടോ. അല്ലേ ഇവിടുന്നാണ് കൊണ്ടുപോയതല്ലേ? ബാക്കിൽ നിന്ന് കൊണ്ടുപോയി അത് മേലോട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. മുകളിലേക്ക് കൊണ്ടേ 3 മണിയൊക്കെ ടൈം, 3 മണി 3:30 ഇന്നലെ രാത്രി അല്ലേ? ഇന്നലെ രാത്രി. ദിവസം പുലിയാ എല്ലാ ദിവസവും വരുന്നുണ്ട് പുലി? ഈ സൈഡിലാണ്. മിഞ്ഞാന് ആ പല്ലിനാണ് ഉണ്ടായത്. ആ പള്ളിയില്ലേ, ഞങ്ങൾ നേരെ പോയിണ്ടായിരുന്നു, ഞങ്ങൾ എടുക്കണ കടേന്റെ ആ പള്ളിയില്ലേ, അവിടെ ഉണ്ടായിരുന്നു പുലി കുട്ടികൾ. മിനിയാന്ന് എല്ലാ ദിവസവും ഉണ്ടല്ലോ ഇവിടെ പുലി ആന ആനയുണ്ടല്ലേ? ഈ വീട്ടിലെ ഈ കൂട്ടിലെ പട്ടീനെ കേട്ടോ കൊണ്ടുപോയത്. അതിൻ്റെ തുടൽ മാത്രമായിട്ട് അവിടെ കിടക്കുന്ന നമുക്ക് കാണാം. ഇവിടുന്നാണ് കൊണ്ടുപോയത്. അതുപോലെ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ, കുറച്ച് നാളെന്ന് പറഞ്ഞാൽ 1 വർഷമായില്ല, അത് 1 വർഷം മുന്നേ ഈ പന്തല്ലൂർ പ്രദേശത്തെ ഒരു കുട്ടിയെ പുലി കടിച്ചുകൊണ്ട് പോയൊരു സംഭവം നടന്നല്ലോ. അത് പന്തല്ലൂർ എന്നാണ് പറയുന്നതെങ്കിൽ പോലും ശരിക്കും എക്സാക്ട്ലി പന്തല്ലൂരല്ല സ്ഥലം. അത് അതെ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന പ്രദേശത്ത് തന്നെയാണ് ഈ ഒരു സംഭവം, ആ ഒരു സംഭവം നടന്നത്. ആ ഒരു സ്ഥലം ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം കേട്ടോ. എന്നൊരു ചെറിയ, എത്ര വയസ്സുള്ള കുട്ടിയത്? 4 വയസ്സല്ലേ? ആണല്ലേ, 4 വയസ്സുള്ള കൊച്ചല്ലേ? അവിടുന്ന് കയ്യിലൊരു കുട്ടി ഉണ്ടായിരുന്നു, ബാക്കിലൊരു കുട്ടി ഉണ്ടായിരുന്നു. കയ്യിലുള്ള കുട്ടീനെ അങ്ങനെ പുലി കയ്യിൽ തന്നെ പിടിച്ചിട്ട് പോയില്ലേ? കയ്യിൽ തന്നെ എടുത്തിട്ട് പോയി. അങ്ങ് ഇങ്ങനെ ഒരു കാട് ആ സൈഡിൽ, അത് അവിടെ ഈ സൈഡിലും ഉണ്ടാവും ഇവിടെ കാട്. അവിടുന്ന് അങ്ങനെ ഒന്ന് പുലി കയ്യിൽ നിന്ന് എടുത്തിട്ട് പോയി. അതാ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ? അതാണ് ഗ്രൗണ്ട്. ആ നഴ്സറി, അതാണ് നഴ്സറി. അവിടുന്നാണ് കുട്ടീനെ കൊണ്ടുപോയത്. അങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു കാടുണ്ട്, അവിടുന്ന് നേരെ തൂക്കിയ ഇതിന്റെ ഇവിടെ ആ തൈലത്തോട്ടത്തിന്റെ ഉള്ളിലിട്ടു കൊണ്ടുപോയില്ലേ? നിന്റെ പേരെന്താ? അമൽ. ഇവിടെ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 5ാം ക്ലാസ്. 5ാം ക്ലാസ്. എവിടെ പഠിക്കുന്നത്? സെന്റ് തോമസ്. എവിടെ? അയ്യങ്കുടി. അയ്യങ്കുടി. വീട് ഇവിടെ തന്നെയാണോ? ആ വീട് തന്നെ, അയ്യോട് വീട്. ആണല്ലേ. ഏകദേശം ആന അങ്ങോട്ടാണ് പോയത്. ഇതിലെ അങ്ങനെ അല്ലേ? ആ സൈഡിൽ അല്ല, ഇന്നലെ അന്ന് ജീപ്പ് തകർത്തിട്ടില്ലേ വന്നേ? ജീപ്പ് മറിച്ചിട്ടിട്ട് ഈ റോഡിൽ കൂടെ തന്നെയല്ലേ വന്നേ? ഈ റോഡിൽ കൂടെ വന്നിട്ട് അങ്ങോട്ട് അങ്ങനെ പോയില്ല, ഫാക്ടറി അങ്ങോട്ട് പോയില്ല? ഇതാ അവിടുന്ന് പശു വിൽക്കുന്ന അവിടെ നിന്നല്ലേ? അവിടെ നിന്നാണ്. നഴ്സറി അല്ലേ? ഇപ്പം നമ്മൾ അന്ന് കണ്ട ആ ന്യൂസ് നടന്ന സ്ഥലം കേട്ടോ ഈ കാണുന്നത്. ഇത്ര അടുത്താട്ടോ ഇതെല്ലാം നടക്കുന്നത്. ആണല്ലേ? വാഴയൊക്കെ കളഞ്ഞാലേ? ഇപ്പൊ തന്നെ നിറയോട്ടം വന്ന് ആണല്ലേ? അതവിടെ വീട്ടിലെ ഡോറൊക്കെ തല്ലി പൊട്ടി. കരടി. പിന്നെ ഇവിടെ കരടി, പിന്നെ ആന, ഇന്നലൊക്കെ കരടിയൊക്കെ വരുന്നുണ്ടല്ലേ? കരടി വന്നിരുന്നു. എല്ലാ സാധനവും ഉണ്ടല്ലേ? ആദ്യം കരടി, പിന്നെ പുലി, ഞാന. നിങ്ങളൊക്കെ ഇപ്പം എങ്ങനെ ഇപ്പം ഇതൊക്കെ പേടിച്ചില്ലേ? വൈകിട്ടൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ഭയങ്കര പേടിയായിരിക്കില്ലേ? അന്ന് 7 മണിയൊക്കെ ആയപ്പോഴത്തേനും പുലി വന്നിക്കണം അവിടെ. അവര് കണ്ട് ഓടിപ്പോയി. തന്നെ കുറച്ച് ആൾക്കാരുണ്ട് അവിടെ നിൽക്കുന്നു, അപ്പോൾ ഓടിപ്പോയി. അപ്പോഴാ കണ്ടതായി. പിന്നെ ആന വന്ന് ഇപ്പൊ ഇന്നലെ വന്ന് പുലി വന്നാണ് അതിനെ പിടിച്ച്. അങ്ങനെയൊക്കെ നിറയെ പ്രശ്നമുണ്ട്. പേടിച്ച് പോയി. വെട്ടിയതാണ്. ഹിന്ദിക്കാരായിട്ടുള്ള ആൾക്കാർ ഇവിടുന്ന് വിട്ടുപോയില്ലേ? എല്ലാവരും പോയി, കുറെ ആൾക്കാർ. ഓരോ നാട്ടിൽ തന്നെ പോയി. ഇപ്പൊ രാത്രി എന്താണെന്ന് അറിയില്ല. ഇതാണ് നമ്മളിന്ന് തുണ്ടിയാളം എന്ന് പറയുന്ന സ്ഥലത്ത് വന്നപ്പോൾ കണ്ട കാഴ്ച കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെ വളരെ പേടിപ്പെടുത്തുന്ന രംഗങ്ങൾ തന്നെയാണ് ഇവിടെ ഇന്നലെ മിനിയാന്നൊക്കെ നടന്നത്.
അപ്പോൾ നമ്മൾ കണ്ടത് ആ ഒരു വീഡിയോ മാത്രമായിരുന്നെങ്കിൽ അതിൻ്റെ മുമ്പിലും അതിന് ശേഷവും ഒത്തിരി പ്രദേശത്തെ വാഴയും കൃഷിയൊക്കെ നശിപ്പിച്ചിട്ടാണ് ആന ഈ ഒരു പ്രദേശത്തേക്ക് വന്നത്. അപ്പോൾ അതൊന്നും ആക്ച്വലി പുറത്തേക്കൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ അതും കൂടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഇന്നലെ ഒരു വീട്ടിലെ പട്ടീനെ പുലി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ റിപ്പോർട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ പുറത്തേക്ക് അറിയപ്പെടാത്ത ഒത്തിരി വിഷയങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഡെയിലി എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കും. ഇവർ പറഞ്ഞാൽ കരടി വരെ വരുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇവരിപ്പോൾ ഇത് സ്ഥിരമായിട്ട് കണ്ട് ഇപ്പോൾ ഇവർക്കിതൊരു ഒന്നും അല്ലാത്ത ഒരു വിഷയമായി മാറി. കാരണം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നിനും ഒരു നടപടി ഉണ്ടായില്ല. ഒരു നടപടി ഉണ്ടാകാത്തതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ ഇതിൽ വലിയൊരു വിഷയമായിട്ട് ഇവരിത് എടുക്കുന്നില്ല. പക്ഷെ എന്തായാലും ഇവിടെയുള്ള ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിൽ തന്നെയാണ്. ഇത്രയൊക്കെയാണ് എനിക്കിപ്പോൾ ഇവിടുന്ന് കാണിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടു ആ പുലി കഴിഞ്ഞ വർഷം ആ കുട്ടീനെ പിടിച്ച ഒരു പ്രദേശമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആന ആക്രമിച്ച ആ ഒരു പ്രദേശം ഈ ഒരു ടൗണാണ്. ഇപ്പോൾ എല്ലാം അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്ഥിരമായിട്ട് ഇതിങ്ങനെ നടക്കുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഭാവിയിലൊക്കെ നമ്മുടെ നാട്ടിലും നടക്കാനൊക്കെ ഒരു സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും ഇതുവരത്തല്ല. അപ്പോൾ ഏതായാലും എനിക്ക് ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.